ഇപ്പോൾ അയാളിൽ കുഴി വീണിരിക്കുന്നത്. ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറയുകയാണ്, ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു, അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ലെന്ന് തന്നെയല്ലേ ബോധ്യപ്പെട്ടത്. നിങ്ങളാരും അല്ലല്ലോ തെളിയിച്ചത്. ഞങ്ങളുടെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ വിജിലൻസ് അല്ലേ അത് അന്വേഷിച്ച് തെളിയിച്ചത്. അത് പ്രതിപക്ഷത്തോടെ നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങളതാണ് പറയുന്നത്, എന്തിനാണ് വിരുദ്ധ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുൻ ഭരണസമിതിയോ അല്ലെങ്കിൽ അതല്ലല്ലോ ഇവരുടെ പ്രശ്നം. നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയെയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയൊക്കെ കിട്ടിയാലല്ലേ അവർക്ക് അത്രയൊരു ഹാപ്പിയുള്ളൂ. അത് സ്വാഭാവികമാണ്. പിന്നെ സ്വാഭാവികമായും അവർക്ക് ആവശ്യപ്പെടാനുള്ള ബാധ്യത ഉണ്ടല്ലോ. നിലവിലുള്ള ഒരു ഭരണസമിതിയോടും നിലവിലുള്ള ബോർഡിനോടും ഒക്കെ ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പം ഞങ്ങളെന്താ അതിൽ പറഞ്ഞത്, ഞങ്ങൾ ആത്മവിശ്വാസത്തോട് പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ സർക്കാരിനോട് ആവശ്യപ്പെട്ട് ചുമ്മാ കള്ളക്കളി കളിക്കുകയല്ലല്ലോ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെട്ടു, ഏത് ഏജൻസി വേണമെങ്കിലും ബഹുമാനപ്പെട്ട കോടതി തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് സന്തോഷമാണ്. അതനുസരിച്ചാണ് കോടതി നല്ല മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനാണ് തന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എച്ച് വെങ്കടേഷ് IPS അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നല്ല ടീമിനാണ് തന്നിരിക്കുന്നത്. ആ ടീമിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥങ്ങൾ എടുത്തു നോക്കൂ, നല്ല ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല ടീമാണ്. ആ ടീം വരട്ടെ, അന്വേഷിക്കട്ടെ. 2019 അന്ന് തിരുവാഭരണ കമ്മീഷണറായിരുന്ന R.G. രാധാകൃഷ്ണനാണ് ഒരു ഓഡിറ്റ് നടത്തി എന്തൊക്കെയാണ് ആ സ്ട്രോങ്ങുകളെന്ന് കണ്ടെത്തിയത്. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും എന്തൊക്കെ വസ്തുക്കളായി ഉണ്ട് എന്നുള്ള ഒരു ഓഡിറ്റ് അങ്ങയുടെ കാലത്ത് എടുത്തിട്ടുണ്ട്? എന്തൊക്കെയാണ് ആ സ്പോൺസർമാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്തന്മാർ നൽകിയിട്ടുള്ള ഒരു കണക്ക് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞാനിത് എത്രയോ കാലം മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഈ ഗോൾഡ് മാത്രമല്ല, ഞാൻ അതാണ് പറഞ്ഞത്, ഗോൾഡ് മാത്രമല്ല എന്തൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവന്നത് കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു കണക്കെടുപ്പ് നടത്തിയിരുന്നു. ഞങ്ങൾക്ക് 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ സ്ട്രോങ് റൂമുകളിലാകെ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നേ. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്, സ്റ്റേറ്റ് ഓഡിറ്റിന് വിധേയമായിട്ടാണ്. ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ ഈ 18 സ്ട്രോങ് റൂമിലും കയറി A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി അല്ലാത്ത സാധനങ്ങൾ, ഇപ്പം ചെമ്പും ഓടൊക്കെ ഉണ്ടല്ലോ, അല്ലാത്ത സാധനങ്ങൾ ഇതെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചെമ്പും ഓടും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ ചെമ്പും ഓടും ഒക്കെ എത്രയോ കാലങ്ങളായി ചില മേഖലകളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ ഓഡിറ്റ് നടത്തി ഞങ്ങൾ അതും ലേലം ചെയ്ത് കൊടുക്കാൻ അതും കോടതിയുടെ ഉത്തരവിന് വിധേയമായിട്ടാണ് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് A കാറ്റഗറി, B കാറ്റഗറി, C കാറ്റഗറി. A എന്ന് പറഞ്ഞാൽ പൗരാണികം, B എന്ന് പറഞ്ഞാൽ നിത്യനിദാന ഉത്സവാദികൾക്ക് ഉപയോഗിക്കുന്നവ. ഇത് രണ്ടും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. മാറ്റി കൃത്യമായി ബാഗിലും പെട്ടികളുമായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ C കാറ്റഗറിയാണ് ഇതിലൊന്നും വേണ്ടി വരാത്തവ. അവയെ കൃത്യമായി 467 കിലോഗ്രാം എന്ന് പറഞ്ഞ് തൂക്കി ഞങ്ങൾ റിസർവ് ബാങ്കിന് കൈമാറി കഴിഞ്ഞു കഴിഞ്ഞ 1.5 മാസം മുമ്പ്. അതുകൊണ്ട് തന്നെ 18 സ്ട്രോങ് റൂമിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ റെക്കോർഡ്സുകൾ തിരുവാഭരണ കമ്മീഷണറുടെ കസ്റ്റഡിയിലുണ്ട്. ഒരു സംശയം, അതായത് ഇപ്പൊ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയില്ല, എന്തുകൊണ്ടാണ് അന്ന് സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കാൻ പറ്റും? ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. അല്ല, സ്പെഷ്യൽ കമ്മീഷണർ ആ ഒരു സമയത്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ. പക്ഷേ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ ഒരു അദ്ദേഹത്തെ വിളിച്ചതിൽ വൈകിപ്പോയി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഇത് അദ്ദേഹത്തെ വിളിച്ചതിൽ വൈകിപ്പോയി എന്നൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, ഞങ്ങളത് സമ്മതിക്കുന്നു. അത് ഖേദപൂർവ്വം തന്നെ ഞങ്ങൾ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പ്രൊസീജിയർ ഒരു കാരണവശാലും പാലിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അത് 2023 ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു സ്പെഷ്യൽ ബെഞ്ച് ഒരു വർഷം ഒരു 10-50 കേസുകളൊക്കെ വിധി പറയും. ഇത് 1 വർഷമാണ് ഒരു ഉദ്യോഗസ്ഥൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ 2022-ലും 2023-ലും ഒക്കെ വരുന്ന കോടതി വിധികൾ ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വരില്ല. അത് എക്സ്ക്യൂസ് അല്ല ഞാൻ പറയുന്നത്, അതൊരു എക്സ്ക്യൂസ് അല്ല. ഒരു കോടതി വിധി ഉണ്ടായാലും അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. പക്ഷേ പറ്റിപ്പോയി ആ ഒരു കാര്യം, അതൊരു സാങ്കേതികപരമായ കാര്യം കോടതിയെ അറിയിക്കുകയും സെക്രട്ടറി ഖേദപൂർവ്വം അറിയിക്കുകയും അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ പ്രൊസീജിയർ പാലിച്ചില്ല എന്ന് നിങ്ങൾ പറയരുത്. കൃത്യമായ പ്രൊസീജിയറിലൂടെയാണ് ഞങ്ങളത് കൊണ്ടുപോയത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആരുടെയാണ് കൊടുത്തുവിട്ടത്?